എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബൂസ്റ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. ഒരുപാട് വലിയ ഹാർഡായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബൂസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ 1/2 കപ്പ് ഷുഗറാണ് കേട്ടോ ഞാനിവിടെ പൊടിച്ചെടുക്കുന്നത്. നമുക്ക് 3/4 കപ്പോളമാണ് ഷുഗർ പൗഡർ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/2 കപ്പ് ഷുഗർ നമ്മൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതിനകത്തേക്കിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേപോലെ തന്നെ നമുക്ക് ഒരു അരിപ്പയും അതേപോലെ ഒരു ബൗളും കൂടി എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണാണ് നമ്മൾ മൈദ ഇട്ട് കൊടുക്കുന്നത്. ബാക്കി നമ്മൾ 3/4 കപ്പ് കണക്കാക്കിയിട്ട് നമ്മൾ ബൂസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 3/4 കപ്പ് ആ ഒരു നമ്മുടെ ഫ്ലോർ വരും കേട്ടോ. അതായത് ബൂസ്റ്റും ഇതും കൂടെ ചേരുന്ന സമയത്താണ്. ഇനി വേണ്ടത് നമുക്ക് ഒരു 3/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് 3 പ്രാവശ്യം അരിച്ച് മാറ്റി വയ്ക്കാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആദ്യം തന്നെ മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ മാത്രം ഇതുപോലെ 3 പ്രാവശ്യം അരിച്ചിട്ട് ബൂസ്റ്റ് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതിയായിരുന്നു കേട്ടോ. ഞാനിത് അരപ്പിക്കാതെ അറിയാതൊന്നും ഇട്ട് പോയതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ബൂസ്റ്റ് ഇതിനകത്തിട്ട് അരിക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ എന്താ പറയുക, ആദ്യം ബേക്കിംഗ് പൗഡറും മൈദയും കൂടെ അരിച്ചെടുത്തിട്ട് ലാസ്റ്റ് ബൂസ്റ്റ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇല്ലെങ്കിൽ ഇതുപോലെ നല്ല പോലെ തരി ഇങ്ങനെ നിൽക്കും കേട്ടോ ആ ബൂസ്റ്റിനകത്തത്. ഇത് കണ്ടില്ല. അപ്പോൾ ഞാനത് കളഞ്ഞില്ല, ഞാൻ അത് അതിനകത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ 3 എഗ്ഗ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 എഗ്ഗിനെ ഒന്ന് വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ എഗ്ഗിൻ്റെ യോക്ക് ഇതുപോലെ ആ ഒരു ഷെല്ലിനകത്ത് തന്നെ വെക്കാം. അതാകുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനും കൂടിയാണ്. ഇനി നമുക്ക് ആ എഗ്ഗിൻ്റെ വൈറ്റ് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കരുത്. നമ്മൾ ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് വൈറ്റ് കളറിലൊക്കെ ആയി വരുന്ന സമയത്ത് നമ്മളിപ്പോൾ പൊടിച്ച് വെച്ചിട്ടുള്ള 1/2 കപ്പ് ഷുഗറാണ് നമ്മൾ പൊടിച്ചത്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 3-4-5 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. കാരണം ഒറ്റയടിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ എഗ്ഗിൻ്റെ ആ പൊന്തി വന്നിട്ടുള്ളതെല്ലാം പോകും കേട്ടോ. അപ്പോൾ ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് നല്ല ക്രീമി, നമ്മൾ ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ഒക്കെ ടെക്സ്ചർ ആവുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്താം. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് ഓരോ എഗ്ഗിൻ്റെ യോക്ക് ഒരെണ്ണം മാത്രം ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ബീറ്റ് ചെയ്താൽ മാത്രം മതി. ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ ആ ഒരു 3 എഗ്ഗിൻ്റെ യോക്കും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പൈനാപ്പിളിൻ്റെ എസൻസ് ആണ് കേട്ടോ. വാനില വേണമെങ്കിൽ വാനിലയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് പൈനാപ്പിളിൻ്റെ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3/4 ടീസ്പൂണോളാണ് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു എസൻസ്. എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്താൽ മാത്രം മതി. ഒരുപാട് നമ്മളിട്ട് ബീറ്റ് ചെയ്യേണ്ട, ഒന്ന് ബീറ്റ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് വേണ്ടത് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും ഒരു 3 ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നമ്മൾ ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട, ഫസ്റ്റിലിട്ടിട്ട് ഒന്നെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിനി ബീറ്ററിൻ്റെ ആവശ്യമില്ല, മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 200 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ആണ് കേട്ടോ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ കുറച്ച് മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് ആദ്യം മിക്സ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി ഒന്ന് നല്ലത്. അതാകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് മിക്സ് ആവാനും എളുപ്പം, അതായത് നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവാനും എളുപ്പം ഈ ഒരു വിസ്കും കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേപോലെ നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരുപാടിട്ട് ചേർക്കാതെ ഇതുപോലെ ഒരു 3, 4, 5 പ്രാവശ്യം ഇട്ടിട്ട് പതുക്കെ നമ്മൾ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു സ്പാച്ചിൽ വെച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് നമ്മൾ ഇതുപോലെ ഈ ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്യുന്നതാണ്. കുറച്ച് ടൈറ്റ് ആവുന്ന സമയത്ത് നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് ബാറ്റർ ഒന്ന് ടൈറ്റ് ആയതുപോലെ തോന്നിയതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാല് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത സമയത്ത് ഓയിൽ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്താൽ കേക്ക് പൊന്തി വന്നിട്ട് അത് ബേക്കുമായി വരുന്ന സമയത്ത് നല്ലപോലെ പൊന്തിയൊക്കെ നിൽക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് താന്നു പോവുകയും ചെയ്യും കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം, ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഞാൻ എന്താണ് ആ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ആ അടിഭാഗത്തൊന്നും ഒക്കെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതാകുമ്പം അടിഭാഗത്തൊക്കെ എവിടെയെങ്കിലും മിക്സ് ആവാതെയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത്
അതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ആകാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 ഇഞ്ചിനാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈറ്റ് കിട്ടും. അപ്പോൾ എനിക്ക് ഇതിന് ഹൈറ്റ് വേണ്ട, ഞാനത് കുറച്ച് ട്രാവൽ ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഹൈറ്റ് വേണ്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിനിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ നല്ല പോലെ ഒന്ന് തട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനകത്തേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 30 മിനിറ്റാണ് എനിക്കിത് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് എടുത്ത സമയം. ഓരോ ഓവനിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ 200 എന്നുള്ളത് 180 ആക്കി ഇട്ടതിന് ശേഷം നമ്മൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒരു 30 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഇതാ അവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നല്ലപോലെ നല്ല പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ പുറത്തെടുക്കുന്ന സമയത്ത് ആ ഒരു മിൽക്ക് ചേർത്തതിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. ആ ഒരു സമയത്ത് ചേർത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് കണ്ടില്ലേ, ആ പൊന്തി വന്നതൊക്കെ ഇങ്ങനെ താഴാൻ തുടങ്ങിയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയി വന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഡിമോൾഡൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ആ ബട്ടർ പേപ്പർ ആ ഒരു കേക്കിനകത്ത് തന്നെ അവിടെ ഉറച്ച് പോയതുകൊണ്ടാണ് കേട്ടോ. എന്നാലും കേക്കിനൊന്നും പറ്റിയൊന്നുമില്ല. അപ്പോൾ നമുക്കിനി അതിൻ്റെ ആ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ് നമ്മുടെ ഈ ഒരു കേക്ക്. അപ്പോൾ നമുക്ക് ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ആ ഒരു മോൾ വാഷൊക്കെ താഴ്ന്നും കൂടെ പോകുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇത് നല്ലപോലെ കേക്കൊക്കെ തണുത്ത് നല്ല സെറ്റായി വന്നതിന് ശേഷമാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഒരു 1.25 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. 7 ഇഞ്ചിന് കണക്കാക്കി വരുമ്പോൾ ഞാനിപ്പോൾ ഒരു ഒറ്റ ലെയറിൽ മാത്രമാണ് ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നുള്ളൂ. കേക്ക് ഇപ്പോൾ 2ആയിട്ട് മാത്രമാണ് കട്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയാണ് കേട്ടോ ഇപ്പോൾ വിപ്പിംഗ് ക്രീം എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1.25 കപ്പോളം ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ബൗള് ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ. ഒരു 2 മണിക്കൂറെങ്കിലും ഞാൻ ഫ്രീസറിൽ വെച്ചതാണ് ആ ഒരു ബൗളും അതേപോലെ നമ്മുടെ ഈ ഒരു ബീറ്ററിൻ്റെ ബ്ലേഡും കൂടെ. അപ്പോൾ നമുക്ക് ഇനി ഇത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് നമുക്കിതൊന്ന് ക്രീമൊന്ന് നല്ല പോലെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ഓവർ ബീറ്റായി പോകരുത് കേട്ടോ. നമുക്കന്നേരം നമ്മൾ കേക്കിൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിസൈൻ ചെയ്യാനുള്ളത് മാത്രം കുറച്ച് ക്രീമൊന്നും എടുത്ത് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നമുക്കത് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കാം. ബാക്കിക്കകത്തേക്ക് നമ്മളിതൊരു ബൂസ്റ്റിൻ്റെ കേക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് കുറച്ച് കുറവായിട്ട് തോന്നിയ കാരണം ഞാൻ വീണ്ടും 1 ടീസ്പൂണും കൂടെ ബൂസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ നല്ല പോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്ക് ആകത്തക്ക വിധത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു സ്പാച്ചില വെച്ചിട്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു വലിയൊരു പൈപ്പ് ബാഗിനകത്തേക്ക് തന്നെ ആക്കി കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് ഒരു ക്രം കോട്ടിങ് വരെയെങ്കിലും നമുക്ക് ഈ ഒരു വലിയ പൈപ്പ് ബാഗിനകത്താണെങ്കിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ അടപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം എനിക്കിത് ഞാൻ പറഞ്ഞു ട്രാവൽ ചെയ്ത് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പം എൻ്റെ പപ്പേൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അതിന് ഞങ്ങൾ പോയ സമയത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ടാണ് കേക്കിൻ്റെ ബോർഡിൽ ചെയ്യാതെ ഇതിനകത്ത് ചെയ്തത്. അപ്പോൾ നമ്മുടെ കേക്ക് കണ്ടോ ആ മോൾ വശമൊക്കെ കൂടെ താഴ്ന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ആ ഒരു മിൽക്ക് ചേർക്കുന്ന സമയത്ത് നമ്മൾ ഓയിൽ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ആ 1 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ആ ബീറ്ററും കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പം വരില്ല. പക്ഷേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിന് ഇടയിൽ കൂടെ നമ്മൾ പാല് ചേർത്താൽ ഇതുപോലെയായി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി ആ ഒരു ബോർഡിനകത്തേക്ക് നമ്മൾ ഇതുപോലെ കുറച്ച് ക്രീമൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണോ കേക്ക് ഫസ്റ്റ് ലെയർ ഏതാണോ വെക്കുന്നത് അത് ആ രീതിക്കനുസരിച്ച് മോൾ വശം നമുക്ക് താഴത്തേക്ക് വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അതെന്തിനാണ് കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇതിൻ്റെ ആ ഒരു മോൾ വശത്തെ ആ ഒരു ലെയർ മാത്രം എടുത്ത് മാറ്റിയാൽ മതി. ആ ഏറ്റവും താഴത്തെ ഇനി എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തിന് മുന്നേ തന്നെ ഇതുപോലെ ക്രീം ആ ഒരു ബോർഡിൽ തേച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഞാനൊന്നൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് 3 ലെയറായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ 2 ലെയറായിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ. 3 ലെയർ ആക്കുമ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു ബൗളിനകത്ത് ഈ ഒരു ബോക്സിൽ വെച്ച് കൊണ്ടാകാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് 2 ലെയർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഉൾവശമൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിന് സിറപ്പായിട്ട് ഞാൻ ചേർത്തിട്ടുള്ളത് കുറച്ച് ബൂസ്റ്റും മിൽക്കും പിന്നെ കുറച്ച് വെള്ളവും അതേപോലെ തന്നെ കുറച്ച് ഷുഗറും കൂടെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ ഇതുപോലെ നല്ലപോലെ ഒന്ന് നമുക്ക് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ക്രീം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗിനകത്താണെങ്കിലാണ് ഏറ്റവും എളുപ്പം കേട്ടോ.
അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക, ഒന്ന് ക്ലിയർ ചെയ്ത് വിടാം. എന്നിട്ട് ആ സൈഡ് ഭാഗവും ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വിടാം കേട്ടോ. അത് ഇപ്പോൾ തന്നെ കറക്റ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി നമുക്ക് ഇതിന് ചുറ്റിനും ഒരു ബോർഡറും കൂടെ വെച്ച് കൊടുക്കാം. അതാകുമ്പോൾ കേക്ക് നല്ലപോലെ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് ഒന്നും പുറത്തേക്ക് പോവാതെ നല്ല സെക്യൂർഡ് ആയിട്ട് ഇരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇതൊരു ബൂസ്റ്റിൻ്റെ കേക്കാണല്ലോ, അപ്പം നമ്മൾ ഫുള്ള് ഒരു ബൂസ്റ്റ് മയമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ആ എല്ലാ ഭാഗത്തേക്കും നമുക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് എല്ലാ ഭാഗത്തു നിന്ന് കട്ട് ചെയ്യുമ്പോൾ കിട്ടാൻ പാകത്തിന് ഇതുപോലെ എല്ലാ സൈഡിലേക്കും നമുക്കൊന്ന് ആക്കി കൊടുക്കണം. ഇനി കുറച്ച് ഡാർക്ക് കോമ്പൗണ്ടാണ് കേട്ടോ, അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് വൈറ്റ് കോമ്പൗണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തും നമുക്ക് കഴിക്കാൻ കണക്കാക്കിയിട്ടാണ്. ഇനി നമുക്ക് ആ ഒരു സെക്കൻഡ് ലെയർ, അതായത് നമ്മുടെ ലാസ്റ്റ് ലെയറാണ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ, അതും കൂടെ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഇതുപോലെ ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് മാത്രം ക്രീം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ക്രം കോട്ടിങ്ങും കൂടെ ചെയ്ത് കൊടുക്കാം. അത് ഇതുപോലെ തന്നെ ആ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തും കൂടെ വിടാം. അതാകുമ്പോൾ നമുക്ക് ഫൈനൽ കോട്ടിങ് ചെയ്യുന്ന സമയത്ത് എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊന്ന് ഫൈനൽ കോട്ടിങ്ങും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇത്രയും ഇവിടം വരെയാണ് കേട്ടോ നമുക്ക് ആ ഒരു പൈപ്പിംഗ് ബാഗിനകത്ത് ആക്കിയ സമയത്ത് കിട്ടിയത്. പിന്നെ ഞാനിപ്പോൾ ഫില്ല് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ക്രം കോട്ടിങ് വരെ നമ്മൾ വലിയൊരു പൈപ്പിംഗ് ബാഗിനകത്ത് ആക്കുമ്പോൾ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ക്ലിയർ ചെയ്ത് വിടാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു ചെറിയൊരു സ്ക്രാപ്പർ വെച്ചിട്ടും കൂടെ നമുക്കിത് ക്ലിയർ ആകുമ്പോഴത്തേക്കും നമുക്കിത് അടിപൊളിയായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് ഒരു ചെറിയൊരു നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കിട്ടുന്ന കാർഡ് ഉണ്ടല്ലോ, അതാണെങ്കിലും മതി കേട്ടോ. ഇതുപോലെ ചെറിയൊരു കാർഡ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു കേക്ക് ഇവിടെ റെഡി ആയിട്ട് വരികയും ചെയ്യും. എന്നിട്ട് നമുക്ക് ആ ഒരു സൈഡ് ഭാഗമൊക്കെ നമുക്കൊന്ന് ഒരു ടിഷ്യൂ വെച്ചിട്ട് നമുക്കിതൊന്ന് ക്ലിയർ ചെയ്തും കൂടെ വിടാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ കോട്ടിങ്ങും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ. ഞാനത് എന്ത് ഡിസൈൻ ചെയ്യും എന്നുള്ളൊരു രീതിയിലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇതുപോലെ ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് കൊടുക്കാമെന്ന്. അങ്ങനെ അതൊന്ന് കൊടുത്തു. പിന്നെ കുറച്ച് ബൂസ്റ്റ്, ഇതുപോലെ നമ്മുടെ ബൂസ്റ്റ് കേക്കാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബൂസ്റ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്തും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, മോൾ വശത്ത് മാത്രമായിട്ട്. അപ്പോൾ അതുപോലെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു നോസിലിനകത്തേക്ക് നമ്മുടെ ഈ ഒരു ഷെൽ നോസിൽ എന്ന് പറയും, അല്ലെങ്കിൽ വേറെ എന്തോ ഒരു പേരും കൂടെ പറയും കേട്ടോ. അപ്പോൾ ആ ഒരു നോസിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നോസിലാണ് കേട്ടോ അത്. എന്നിട്ട് നമുക്ക് ഒരുപാട് ഹൈറ്റിൽ വേണ്ട, കാരണം എനിക്കിത് അടച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ ആ ബോക്സിൽ തട്ടാതിരിക്കണം. അപ്പോൾ അതിന് കണക്കാക്കി ചെറിയ രീതിയിലാണ് ഈ ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ റൗണ്ടിൽ നമ്മൾ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് മതി, ഒരുപാട് ഡിസൈനൊന്നും ചെയ്ത് കുളമാക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് നമ്മുടെ ആ ഒരു പേരും കൂടെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഇതും ആ ഒരു വിപ്പിംഗ് ക്രീമിനകത്ത് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു നോസിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നോസില്ലാത്തവരാണെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പെന്നിൻ്റെ ഒക്കെ ആ ഒരു ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ ജസ്റ്റ് ഊരിയിട്ട് നമുക്ക് പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റത്തിട്ടിട്ട് ഇതുപോലെ ചെയ്താൽ നമുക്കിതുപോലെ നല്ല വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് പപ്പേൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ഈ ജൂലൈ 24-നാണ്. അപ്പോൾ അത് ഞങ്ങൾ അന്ന് പോകാൻ കഴിയില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന് മുന്നത്തെ സൺഡേയിൽ പോയിട്ട് ഞങ്ങൾ മുറിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇതാ പേരൊക്കെ എഴുതി നല്ല സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ക്രീം കൊണ്ട് കുറച്ച് 2-3 ഹാർട്ടും കൂടെ ഒക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു നമ്മുടെ ബൂസ്റ്റ് കേക്കിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഏതായാലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. വളരെ സിമ്പിളാണ്, എന്താ പറയുക, നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഈ ഒരു ടേസ്റ്റ് ബൂസ്റ്റും ഒക്കെ എല്ലാ മക്കൾക്കും ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.